ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പിസ്സയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വിരുന്നുകാർ വരുമ്പോഴും അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ബേസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാകുമ്പോൾ നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ബ്രെഡ് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെയും വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്യാൻ മതി കേട്ടോ. ഒരുപാട് അങ്ങനെ മുരിച്ചെടുക്കണ്ട. ഈ ഒരു സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് വരുമ്പോഴേക്കും മറ്റേ ഭാഗം ഓവറായിട്ട് കുക്കായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലോട്ട് പിസ്സ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എല്ലാ ബ്രെഡ് പീസിലോട്ടും. അപ്പോൾ എല്ലാ ബ്രെഡിലോട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക കുറേശ്ശെ. അതുപോലെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ച ടൊമാറ്റോ നമ്മൾ സാധാരണ പിസ്സ ചെയ്യും പോലെ ഇട്ട് കൊടുക്കുന്ന പോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അതുപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ബ്രെഡിലോട്ടും ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ സെയിം എല്ലാ ബ്രെഡിലോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസ് അതും കൂടെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാ ബ്രെഡിലോട്ടും. പിന്നെ ഞാൻ കുറേ രീതിയിൽ പിസ്സ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഡോ വെച്ചിട്ടൊക്കെ ചെയ്യുന്നില്ല, ആ ഒരു പിസ്സ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മിനി പിസ്സ, പിന്നെ ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടുള്ള ഒരു പിസ്സ ഈ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാനൊരു പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ആകുമ്പോൾ പെട്ടെന്നാകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡോ 2 മണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പൊങ്ങാൻ വേണ്ടിയിട്ടൊക്കെ മാറ്റി വെക്കണം. ഇനി ഇതിലോട്ട് ഒറിഗാനോ ഇട്ട് കൊടുക്കുക കുറച്ച്. അതുപോലെ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില്ലി ഫ്ലേക്സിന് പകരം കുരുമുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ചൂടാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് ആ ഒരു ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. പിന്നെ മറ്റേ ഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഫ്ലെയിം കൂടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെക്കാം കേട്ടോ. പാൻ ഒന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പിസ്സയാണ്. കുട്ടികൾക്കാണെങ്കിലും വിരുന്നുകാർ വരുമ്പോഴൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണിത്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തത്. അപ്പം എന്നിട്ട് ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാതെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ കുറേ മുമ്പ് തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്രെഡ് പിസ്സ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആദ്യമായിട്ട് വൈറലായ ഒരു വീഡിയോ ആണ് ഈ ഒരു ബ്രെഡ് പിസ്സ. അതിനുശേഷം പിന്നെ വേറെ ചോക്ലേറ്റ് കേക്കും വെജ് കുറുമ അങ്ങനെയൊക്കെ ആയിരുന്നു. ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കയറിയ വീഡിയോ ഈ ഒരു ബ്രെഡ് പിസ്സ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.